നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മാസഫലങ്ങളിലെ മറ്റൊരു വീഡിയോ ഷെയർ ചെയ്യുകയാണെന്ന്. ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള കാലഘട്ടത്തിലെ മാസഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, സൂര്യൻ്റെ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസഫലങ്ങൾ പറയുന്നത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം രാശിയായി ഇടവത്തിലേക്ക് സൂര്യൻ മെയ് 15 പ്രവേശിക്കുകയാണ്. അത് 10ൽ സൂര്യൻ വരുമ്പോഴേക്കും ആ രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, മകൻ രാശിയിൽ ഈ ചിങ്ങൻ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങളെന്ന് പറയാം മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ഭാഗം. ഇതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അവർ പറയുന്നത് 10ൽ രവി വരും. ആക്ച്വലി 10ൽ രവി മാത്രമല്ല ഉള്ളത്, പിന്നെ നമ്മുടെ വ്യാഴമുണ്ട്, ശുക്രൻ അങ്ങോട്ട് വരുന്നുണ്ട് 19-ാം തീയതി. പിന്നെ ചൊവ്വ സ്വന്തം രാശിയായി 9ലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതൊക്കെ ഈ മാസം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ 10ലേക്ക് രവി വരുമ്പോൾ തികച്ചും കഴിഞ്ഞ 2-3 മാസത്തിനേക്കാളും പ്രൊഫഷണലി ഒരു അനുകൂലമായ മാസമാണ് ഈ വരാൻ പോകുന്ന മാസം ചിങ്ങൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലും പ്രൊഫഷണൽ മാറ്റേഴ്സിലും അനുകൂലമായൊരു മാസമാണ് ഈ വരുന്നത്. പ്രൊഫഷണൽ മാറ്റേഴ്സ് ആകുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഉണ്ടായിരുന്നതിനേക്കാളും പ്രൊമോഷണൽ ചാൻസസ് ഉണ്ടാകും. ഇഷ്ടസ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ചില ഫയലുകളൊക്കെ കൊടുത്തിരുന്നു, അതൊന്നും തീർപ്പാകാതിരുന്ന ഫയലൊക്കെ തീർപ്പാകും. ഇതൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി പറയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് സ്വയം മുന്നേറാനുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് വരാൻ പോകുന്നൊരു മാസമാണ്. പ്രാക്ടിക്കലാകും എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു മാസമാണിത്. ചിലപ്പോൾ ചില പ്രോജക്റ്റ് മാസങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തായിരിക്കും, ലോഞ്ച് ചെയ്തിട്ട് എൻ്റെ പ്രയോജനം വന്നില്ല, അല്ലാന്നുണ്ട് അതിന് സാക്ഷൻ കിട്ടില്ല. അതൊക്കെ ഇപ്രാവശ്യം ഈ ഒരു മാസത്തിനകത്ത് അതെല്ലാം ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്ത്രീകളെയും ഫാമിലി ആൾക്കാരെയൊക്കെ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ മാസമൊന്നുമല്ല. അല്ലെങ്കിൽ കണ്ടസിനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ശുക്രനാണെങ്കിൽ 10ലേക്ക് വരുന്നുണ്ട്. അന്യോന്യ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ തോന്നാനുള്ള മാരണമുണ്ട്. അതൊക്കെ ഈ മാസത്തിലെ ഒരു പ്രത്യേകതയാണ്. അതിനൊന്നും ഇടനിന്ന് കൊടുക്കരുത്. ചില സംശയങ്ങൾ കൊണ്ട് നേരിട്ട് അന്യോന്യ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യണം. മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മാസം അല്ല ഇത്. കാരണം വെച്ചാൽ ഈ ചിങ്ങരാശിയിൽ ജനിച്ചവർക്ക് ചോദിക്കാൻ ഒരു മടിയുണ്ടാവും, കുറച്ച് ഈഗോ ഉണ്ടാവും മനസ്സിൽ. അതെല്ലാം മാറ്റി വെച്ചിട്ട് മുന്നോട്ടിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഫാമിലിയെ പറ്റിയുള്ളത്. ലവേഴ്സിനും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത്. ആ ഈഗോ കീപ്പ് ചെയ്യേണ്ട ഒരു മാസമല്ല. നിങ്ങൾ ഈഗോ എല്ലാം ഇവിടെ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് അതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ മുതിർന്നവർ അസുഖമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. കാര്യം ഈ കണ്ടകശനി ഇപ്പോൾ തന്നെ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. 8ൽ രാഹുവൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള സമയത്ത് കൊച്ചു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊന്നും ഇട കൊടുക്കാതെ നമുക്ക് വളരെ മര്യാദയ്ക്ക് വളരെ സൂക്ഷിച്ച് പോകണം. അല്ലെങ്കിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ബൈക്കിൽ പോകുന്നവർക്ക് ബൈക്കുകളിനെ കൊണ്ട് ഇടിക്കാനും പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത മാസം 6-ാം തീയതി കർത്തവ്യമാണ്. അത് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ മൈഗ്രെയിനും മെൻസസ് കറക്റ്റില്ലാത്തവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയാനുള്ളത്, ഞാൻ കുറച്ച് നല്ല ദിവസങ്ങളാണ് പറയുന്നത്. കുറേ നല്ല മുഹൂർത്തങ്ങൾ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ചില മേലധികാരികളെ കണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ചില ആൾക്കാരെ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ റെഡിയാക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യങ്ങളാകാം, നല്ല ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കുറച്ച് നല്ല ദിവസങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ മെയ് മാസം 15, 16, 27, 28, 29, 30, 31 എന്നീ ദിവസങ്ങൾ കൊള്ളാം. ഇതൊക്കെയാണ് 15, 16, 27, 28, 29, 30, 31. ജൂൺ മാസത്തിലെ 8, 12, 13 ഈ ദിവസങ്ങൾ 8, 12, 13 കൊള്ളാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കടം വീടാനുള്ള ചില മുഹൂർത്തങ്ങളാണ്. മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല. കടം വീടാൻ ഏറ്റവും നല്ല സമയമാണ്. നല്ല സമയങ്ങൾ ഇപ്പോൾ ഒരുപാട് കാശ് ബാങ്കിലോ കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ച് പൈസകൾ ഈ പറയുന്ന മുഹൂർത്തങ്ങളിൽ കൊടുക്കുക. മെയ് മാസം 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 ഉച്ചയ്ക്ക് 12 മധ്യമുള്ള സമയം, രാവിലെ 10:30 12 മധ്യമുള്ള സമയം ഇവിടെ അനുകൂലമാണ്.
21-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ വൈകിട്ട് 6:50-നും 8 മണിക്കും മധ്യമുള്ള ടൈം കൊള്ളാം. വൈകിട്ട് 6:50-നും 8-നും മധ്യേ. 23-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6:15-നും 7:30-നും മധ്യമുള്ള സമയവും കൊള്ളാം. ഓൺലൈൻ പേയ്മെൻറ്റ് അയക്കാൻ വളരെ നല്ലതാണ്. 23 വ്യാഴാഴ്ച 6:15-നും 7:30-നും മധ്യേ, 45 മിനിറ്റേ ഉള്ളൂ. ഇനി 25 ശനിയാഴ്ച രാവിലെ 10 തൊട്ട് ഉച്ചയ്ക്ക് രാവിലെ 10-നും 11:30-നും മധ്യമുള്ള സമയം കൊള്ളാം. ജൂൺ മാസം 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30-നും 11-നും മധ്യമുള്ള സമയം അനുകൂലമാണ്. രാവിലെ 9:30-നും 11-നും. ജൂൺ മാസം 8-ാം തീയതി രാവിലെ 9 മണിക്കും 10:30-നും മധ്യമുള്ള സമയവും അനുകൂലമാണ്. ഈ 2 ദിവസങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ചെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നുള്ള ഗുണങ്ങൾ കിട്ടും. പിന്നെ ചിങ്ങൻ രാശിയിലുള്ള ആൾക്കാർ ശിവ പ്രാർത്ഥന മുടക്കണ്ട, അത് നടക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല പറ്റാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.